സെറ്റപ്പ് ഓക്കെ ആണല്ലോ. പിന്നെ ചൈനയിൽ 5 വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കേണ്ട ഒരു കാര്യം. ഇത് ഈ ആൾട്ടർനേറ്റീവ് മെഡിസിന്റെ സാധുത എന്നുള്ളൊരു വിഷയം ചോദിക്കുമ്പോൾ ആ സാധുതയുണ്ട് എന്ന് പറയാൻ അവർ ഉപയോഗിക്കുന്ന വാദമൊക്കെയാണ് മുന്നോട്ട് ഞാൻ വെച്ചത്. അത് ആയുർവേദം ഇന്ത്യയിലുണ്ടല്ലോ എന്ന് പറയും. ചൈനയിൽ 1000 വർഷമായിട്ടുള്ള ചൈനയിൽ അക്യുപഞ്ചർ എന്തിനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് അറിയാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. അതൊന്നും ഇവിടെ ഉള്ളവർ പറയില്ല. ഈ 5 വർഷമെങ്കിലും മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി മിനിമം എങ്കിലും എടുത്താലേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചോദിക്കുമ്പോൾ ചൈനയിലല്ലോ നമ്മൾ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കും. ഇപ്പൊ പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് അങ്ങനെ ഒരു കാര്യം നിലവിലില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. റിയാലു ഞാൻ പറഞ്ഞോളാം. എന്നോടുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞോളാം. റിയാലു എന്നോടുള്ള ചോദ്യമാണ്. ഞാൻ ഉത്തരം പറഞ്ഞോളാം. അല്ല തുടങ്ങണ്ടേ? ഗുണ്ടായിസമാര് കാണിച്ചാൽ നല്ല പിഴയും ഉണ്ട്. ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത്, ഇപ്പൊ എന്നോട് ഇന്ന് സംസാരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച ഹോമിയോപ്പതി എന്ന് പറയുന്ന ആ ചികിത്സാ വിഭാഗം അതൊരു കപടശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു 5-8 വർഷം മുന്നേ അത് ഉപേക്ഷിച്ചിട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ സംഗതി പഠിക്കാൻ പറ്റും. BHMS എന്ന് പറയുന്ന സംഗതി കപടശാസ്ത്രമാണ്. ആയുഷ് എന്ന് പറയുന്ന സാധനം തന്നെ ഒരു കപടശാസ്ത്രമാണ്. അതിലേക്ക് ആരും പോകരുത് എന്ന് വിദ്യാർത്ഥികളെ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ എത്രയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ പറയുന്ന കപടശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത്. കാരണം ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത്, നിങ്ങൾ ഇനിയിപ്പോൾ ചൈനയിൽ അവിടെ 10 വർഷം ഇരുന്ന് തലകുത്തിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണ്. കപടശാസ്ത്രം എന്ന് പറഞ്ഞാൽ സ്യൂഡോ സയൻസ്. അത് ശാസ്ത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നിൽക്കും, എന്നാൽ അതിനകത്ത് യാതൊരു തെളിവുകളും ഇല്ല. അത് ഫലിക്കുമെന്നുള്ളതിന് ഒരു തെളിവും ഇല്ലാത്ത സാധനമാണ് കപടശാസ്ത്രം എന്ന് പറയുന്നത്. അക്യുപങ്ചർ, അക്യുപ്രഷർ എന്നൊക്കെ പല പേരിലും അറിയപ്പെടുന്ന പല സാധനങ്ങളുണ്ട്. ഒക്കെ ഒരേ സാധനത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എന്തൊക്കെയായാലും ആ സാധനത്തിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയും ഇല്ല. 0 ആണ് അടിത്തറ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ വശം. ഇനി ഇവിടെ പറയുന്നു ഈ സംഗതി, ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് സമയമായാൽ മരിക്കുമെന്നാണ് പറയുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അക്യുപങ്ചറായിട്ട് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ പിന്നെ അക്യുപങ്ചറിൻ്റെ ആവശ്യമില്ലല്ലോ. ആർക്കെങ്കിലും മഞ്ഞപ്പിത്തൊക്കെ വരുമ്പോൾ അങ്ങ് മാറ്റി വെക്കുക, പായ വിരിച്ച് അവിടെ കിടത്തുക. സമയമാകുമ്പോൾ അവർ ജീവിക്കുക, എണീറ്റ് ഓടുക, മരിക്കുക, എന്തുകൊണ്ടെങ്കിലും ചെയ്യട്ടെ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല. പോട്ടെ, നിങ്ങൾ ഏതെല്ലാം പണിക്ക് നടന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുള്ളൂ. അതെന്താണ്? ഇവിടെ ചൈനയിൽ നിങ്ങളുണ്ടെന്ന് പറയുന്നു, ആയിരക്കണക്കിന് വർഷമായിട്ട് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ചൈനയിലെ ഒരു ചരിത്രം നിങ്ങൾ എടുക്കുക. അവിടുത്തെ ഒരു 1930-കളിൽ 40-കളിൽ അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന അക്യുപങ്ചർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തലയും കുത്തി നിന്നിരുന്ന സമയത്ത് അവരുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 30 വയസ്സ് 40 വയസ്സാണ്. എന്ന് വെച്ചാൽ അവിടെ പട്ടിണിയും ഈ അസുഖങ്ങളും വന്നിട്ട് ആളുകൾ മരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ചികിത്സയൊന്നും അവിടെ ഫലിച്ചിട്ടില്ല. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. റിയാലു ഒന്ന് കേൾക്കൂ. ഓക്കെ, റിയാലു കേൾക്കൂ. എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇനി അതിനുശേഷം ഇന്നിപ്പോൾ നിങ്ങൾ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞത് വർദ്ധിച്ചിട്ടുണ്ട്. അത് ആഗോളതലത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിനെന്താ കാരണം? അതിന് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ശാസ്ത്രീയമായിട്ടുള്ള വളരെ വിലപ്പെട്ട പലതരം മുന്നേറ്റങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ്, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് വന്നു. അതിൽ മരുന്നുകളുടെ ആവിർഭാവം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംഭവിച്ചത് എന്താണെന്ന് ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി കഴിഞ്ഞാൽ അവിടെയുള്ള ആ പറയുന്ന ആയുർവേദമായാലും ഈ പറയുന്ന അക്യുപങ്ചർ ആയാലും ഹോമിയോപ്പതി ആയാലും അതിനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഇദ്ദേഹം പറയുന്ന സമയത്ത് നമ്മൾ ആരും സംസാരിച്ചിട്ടില്ല. ഇത് വേറെ ആരും സംസാരിക്കരുതെന്ന് പറഞ്ഞെങ്ങനെ ശരിയാവാ? നിങ്ങൾ അക്യുപങ്ചർ ഒരു മണ്ണാങ്കട്ടയാണ്. അത് കപടശാസ്ത്രമാണ്. ഓക്കെ, കപടശാസ്ത്രമാണ്. അത് തെളിയിച്ചു തരാം എന്താണെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഓക്കെ, അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഏതായാലും അദ്ദേഹത്തെ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് സംസാരിക്കാൻ അവസരം തരുന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ. ഓക്കെ, അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം സംസാരിക്കട്ടെ. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. ഒരു സെക്കൻഡ്, ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അക്യുപങ്ചർ എന്ന് പറയുന്നത് അതൊരു കപടശാസ്ത്രമാണ്. ചൈനയിൽ അക്യുപങ്ചർ മാത്രം ഉണ്ടായിരുന്ന കാലത്തും ആളുകൾ ചത്തു വീഴുമായിരുന്നു. അക്യുപങ്ചർ അവിടെ ഫലിച്ചിട്ടില്ല.
പിന്നെ അതിനുശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആധുനിക വൈദ്യത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഇത് നമ്മൾ